കുറച്ച് പേർക്കെങ്കിലും എന്നെ യൂട്യൂബിലൂടെ അറിയായിരിക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം വൈജൂസ്. ഞാൻ ഈ ഓൺ വോയിസിൽ വീഡിയോ എടുത്തിട്ട് അത് അതേപടി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ആദ്യമായിട്ടാണ്. സോ നിങ്ങൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ ആദ്യം എൻ്റെ കോലം എങ്ങനെയെന്നല്ലായിരുന്നു. യൂട്യൂബിൽ എന്നെ 2022 സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ 2022 ഏപ്രിലിൽ ഞാൻ യൂട്യൂബിലോട്ട് കടന്നെത്തിയ സമയത്ത് ഞാൻ വളരെ മെലിഞ്ഞിട്ടായിരുന്നു, വളരെ ചുരുണ്ട മുടിയായിരുന്നു. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് സ്ട്രെയിറ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബർ 14 സ്ട്രെയിറ്റ് ചെയ്തു. ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് ലിയാൻസ ബ്യൂട്ടി പാർലറിലാണ്. അപ്പോൾ അവിടെയുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷേ എല്ലാ മാസവും വന്ന് സ്പാ ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ സിറ്റുവേഷൻസ് അനുസരിച്ച് എനിക്ക് എല്ലാ മാസവും പോയി എല്ലാ മാസവും ഓരോ സ്പായ്ക്കും 500 രൂപ. അപ്പോൾ എല്ലാ മാസവും പോയി 500 രൂപ മുടക്കി സ്പാ ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. മടിച്ചു. അപ്പോൾ വീട്ടിൽ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്, ലോറിയലിൻ്റെ കണ്ടീഷണറും പിന്നെ ലോറിയലിൻ്റെ തന്നെ ഒരു ഷാമ്പൂ ഉണ്ട്. പിന്നെ അല്ലാണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് സ്ട്രീക്സിൻ്റെ ഈ ഒരു സെറവുമാണ്. അല്ലാണ്ട് ഞാൻ ഹെയറിൽ വേറെ ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല. ഞാൻ നൈറ്റ് ഉറങ്ങുമ്പോൾ മുടി പിരിത്തിട്ടാണ് ഉറങ്ങാറുള്ളത്. അത് മുടി വളരുന്നത് നൈറ്റാണെന്ന് കേട്ടു. അപ്പോൾ ഉറങ്ങുമ്പോൾ മുടി ഇറുക്കി കെട്ടി വെച്ചാൽ അത് മുടിയെ ബാധിക്കുമെന്ന് എനിക്ക് സ്വയം തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മുടി വളരുകയല്ലേ, അതിനെ അങ്ങ് ഫ്രീഡത്തോടെ വിടാമെന്ന്. അതിന് നൈറ്റ് മുടി അഴിച്ചിട്ട് ഉറങ്ങാറ്. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒരു 15 മിനിറ്റ് മുടിക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുടി സ്മൂത്ത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ വേണം, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്മൂത്ത് ചെയ്യുമ്പോൾ അവിടെ ഉള്ളവർ നമ്മളോട് പറയും എല്ലാ മാസവും പോയി സ്പാ ചെയ്യണമെന്ന്. നമ്മൾ ഈ ഒരു കണ്ടീഷണറും ലോറിയലിൻ്റെ ഏത് കമ്പനി എനി കമ്പനീസ് ആയിക്കോട്ടെ, ഏത് കമ്പനി യൂസ് ചെയ്താലും അവർ സ്പാ ചെയ്യുന്ന അത്രയും വരത്തില്ല. സോ നിങ്ങൾ അവിടെ തന്നെ പോയി സ്പായൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ 7 മാസമായപ്പോഴത്തേക്കും ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ചുരുണ്ട് തുടങ്ങി ഗായ്സ്. അപ്പോൾ ചുരുണ്ട് തുടങ്ങി. അപ്പം എൻ്റെ മുടി ഇപ്പോൾ അതാണ്ട് സ്ട്രെയിറ്റ് ആണെന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും പകുതി ഭാഗത്ത് സ്ട്രെയിറ്റും ബാക്കി പകുതി ഭാഗത്ത് പണ്ട് എൻ്റെ മുടിയിരുന്ന പോലെ ചുരുണ്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരവസ്ഥ നിങ്ങൾക്ക് വരാണ്ടിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്യാൻ പോകുന്നവർ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ പോകണം. വെറുതെ നിങ്ങൾ പൈസയൊന്നും കൊണ്ട് കളയരുത്. നിങ്ങൾക്ക് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള പൈസ ഉണ്ട്, നിങ്ങൾ എല്ലാ പ്രാവശ്യവും മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പണിക്ക് ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ ചുരുണ്ടതും അല്ലാണ്ട് സ്ട്രെയിറ്റും അല്ലാത്ത എന്നെ പോലുള്ള അവസ്ഥയാവും. അപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നി. ഒരുപാട് പേര് ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നതായിരിക്കും. സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പോസ്റ്റർ തന്നെ ഒന്ന് മാറും. എൻ്റെ ഫേസ് ഇങ്ങനെ അല്ലായിരുന്നു. എസ്പെഷ്യലി ഞാനിപ്പോൾ വണ്ണം വെച്ചു, പണ്ടത്തേനെക്കാട്ടി ഞാനിപ്പോൾ വണ്ണം വെച്ചു. അപ്പോൾ സ്ട്രെയിറ്റും കൂടെ ചെയ്തപ്പോൾ എൻ്റെ ഫേസിന് അത് നന്നായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, മേക്സ് മോർ ബ്യൂട്ടി. പക്ഷേ നമ്മൾ ബ്യൂട്ടി മെയിൻ്റെനൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സ്പായൊക്കെ ചെയ്തെങ്കിലേ പറ്റൂ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളവർ മാത്രം ഇതിലോട്ട് ഇറങ്ങുക. പിന്നെ ഇതിൽ ഇറങ്ങിയതിന് ശേഷം അയ്യോ ഇങ്ങനെ പറ്റിപ്പോയെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു തന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പും മുടി സ്മൂത്ത് ചെയ്യാൻ പോകുന്നതിന് മുമ്പും ഒക്കെ നിങ്ങളിത് നോക്കുക. ഞാൻ ചെയ്തത് നാനോപ്ലാസ്റ്റിയാണ്. അപ്പോൾ നാനോപ്ലാസ്റ്റിയ എന്ന് പറയുമ്പോഴത്തേനും കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെക്കാട്ടി കുറച്ചുകൂടി കൂടിയ ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ട്രീറ്റ്മെൻറ്റ് ആയാലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. സോ നമ്മൾ അതിൻ്റെ രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്താലേ പറ്റത്തുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പാ ചെയ്യാൻ പോകുന്നില്ലേന്ന്. ഞാൻ പോയിട്ടില്ല. എൻ്റെ കൂടെ അഹങ്കാരമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് പറയണം തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സ്ട്രെയിറ്റ് സ്മൂത്തൊക്കെ ചെയ്യാമെന്ന് പോകുന്നവർ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. എന്നെ പോലുള്ള പറ്റാണ്ടിരിക്കട്ടെ. ഇപ്പോൾ എനിക്ക് വീണ്ടും ഒന്ന് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ സ്മൂത്ത് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. പിന്നെ എൻ്റെ കസിൻ്റെ മാരേജ് ഉടനെ വരികയാണ്. അപ്പോൾ അതിന് പോലും എനിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. പോകാണ്ടിരിക്കില്ല ഞാൻ, പക്ഷേ ഈ ഒരു തലയും വെച്ച് ഞാൻ എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല ഈ ഒരു കോലത്തിൽ.
എന്തിനൊരു പരിഹാരം കാണണമല്ലോ. പരിഹാരം എന്തായാലും കണ്ടിരിക്കും. അപ്പോൾ ഇത് പറയണം തോന്നി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് പേര് എന്നെ പോലെ ആഗ്രഹിച്ച് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. പിന്നീട് ദുഃഖിക്കേണ്ട. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ആൻഡ് യുവേഴ്സ് ലവിംഗ്ലി വൈഷൂസ് ഫസ്റ്റ് വോയിസ് വീഡിയോ ആണ്. ഞാൻ അല്ലാണ്ട് വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഞാനിങ്ങനെ നേരിട്ട് ഒരു എഡിറ്റും ഇല്ലാണ്ട് അതേപോലെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ആദ്യമായിട്ടാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.